എന്തിനാണ് നമ്മൾ ഇത്ര കണ്ട് കഷ്ടപ്പെടുന്നത്? നമ്മളുടെ നല്ല ഭാവിക്ക് വേണ്ടി, നമുക്ക് നല്ല ഭവനവും ലൈഫ് സ്റ്റൈലും ഉണ്ടാകാൻ വേണ്ടി, നമ്മളെ മക്കൾക്ക് മികച്ച ഭാവി ഉണ്ടാകുന്നതിന് വേണ്ടി. ഇങ്ങനെ ലിസ്റ്റ് നോക്കിയാൽ ഇതിങ്ങനെ നീണ്ടു പോകും. അതായത് നമ്മൾ എന്ന് പറഞ്ഞൊരു വ്യക്തി നമ്മുടെ കുടുംബത്തിൻ്റെ നെടും തൂണാണ്. പക്ഷേ ഈ നിമിഷം നമുക്കെന്തെങ്കിലും സംഭവിച്ചാൽ എന്താകും നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ കുടുംബത്തിൻ്റെ അവസ്ഥ? മരണത്തെക്കുറിച്ച് സംസാരിക്കാൻ നമുക്കെല്ലാവർക്കും പേടിയാണ്. എന്നാൽ നമ്മളില്ലാത്ത ലോകത്ത് നമ്മളെ കുടുംബം തകരാതിരിക്കാൻ നമ്മൾ എടുക്കേണ്ട ഏറ്റവും വലിയൊരു പ്രിക്കോഷനാണ് ലൈഫ് ഇൻഷുറൻസ് എന്നത്. ഇത് നമ്മൾ മരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന തുകയല്ല. എന്തെങ്കിലും കാരണവശാൽ നമ്മൾ മരണപ്പെട്ടാലും നമ്മളെ കുടുംബാംഗങ്ങൾ അന്തസ്സോടെ ജീവിക്കാൻ വേണ്ടി അവരെ പ്രാപ്തരാക്കുന്ന ഒരു സുരക്ഷാ കവചമാണ്. Once again, welcome back to the Tomich Tips, powered by Dice Invest. My name is Prince Dice. Tomich Tips എന്ന ഫിനാൻഷ്യൽ വീഡിയോ ബ്ലോഗിൻ്റെ പുതിയ എപ്പിസോഡുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ എന്നെ അനുവദിച്ച ദൈവത്തിന് നന്ദി. ഈ ലൈഫ് ഇൻഷുറൻസ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വളരെ ലളിതമായിട്ട് നിങ്ങളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ GM നമ്മുടെ കൂടെയുണ്ട്. രഞ്ജിത്ത് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. എന്തുകൊണ്ട് ഞാൻ ഇദ്ദേഹത്തിനെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് കൂട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം ഇതുമായിട്ട് ബന്ധപ്പെടുത്തി പല എക്സ്പീരിയൻസും ഇദ്ദേഹത്തിൻ്റെ ലൈഫിലുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി റെലവൻ്റ് ആണ് എന്ന് എനിക്ക് തോന്നി. അപ്പം നമ്മളിപ്പോൾ തൽക്കാലം ഇദ്ദേഹത്തിനെ ഒരു മലയാളികളുടെ ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ട് നമ്മൾ കാണിച്ചിട്ട് ലൈഫ് ഇൻഷുറൻസിൻ്റെ പ്രാധാന്യം നമ്മൾ ഒന്ന് മനസ്സിലാക്കാൻ പോവുകയാണ്. ഇപ്പം രഞ്ജിത്തിന് ഇപ്പം എത്ര വയസ്സുണ്ട്? 40 വയസ്സല്ലേ? ഓക്കെ. കുട്ടികൾ? ഒരു കുട്ടി. എത്ര വയസ്സുണ്ട് കൊച്ചിന്? 1 വയസ്സ്. 1 വയസ്സുള്ളൂ. ഓക്കെ. വൈഫ് ജോലി ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇപ്പം എന്തെങ്കിലും ഹോം ലോൺ ഉണ്ടല്ലേ? എത്ര ലക്ഷം? 70 lakhs ഉണ്ടല്ലേ? കാറുണ്ട്. കാറിന്റെ EMI ഉണ്ട്. ഓക്കെ. രഞ്ജിത്തിനെ സംബന്ധിച്ച് രഞ്ജിത്തിന്റെ ഒരു മാജിക് ബില്ലാണ് ഈ പറഞ്ഞ സംഭവം. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ രഞ്ജിത്തിന്റെ ഇൻകം ഉണ്ട്, പിന്നെ വൈഫിന്റെ ഇൻകം ഉണ്ട്. അത് ചെറിയൊരു കോൺട്രിബ്യൂഷൻ ആയിരിക്കും, കാരണം ചെറിയൊരു ജോലിയാണെന്നാണ് പറഞ്ഞത്. അപ്പൊ ചെറിയൊരു കോൺട്രിബ്യൂഷൻ ആയിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ പലതരത്തിലുള്ള എക്സ്പെൻസുകൾ ഇവിടെ ഉണ്ട്. അതായത് ഇപ്പൊ ഫുഡ്, ഓഫ് കോഴ്സ് നമുക്ക് കഴിക്കാതിരിക്കാൻ പറ്റില്ല. ഇപ്പൊ 70 ലക്ഷം രൂപയുടെ ലോൺ എടുത്തിട്ടുണ്ട്. ഈ 70 ലക്ഷം ലോണ് ഇപ്പൊ രഞ്ജിത്തിന്റെ ഇൻകം കണ്ടിട്ടല്ലേ ലോൺ എടുത്താണ്. പിന്നെ യൂട്ടിലിറ്റി ബില്ല് എന്തായാലും നമുക്കുള്ള ഒരു കാര്യമാണ്. ഹോളിഡേയ്സ്, ഇപ്പൊ ഫാമിലി ആയിട്ട് നമുക്ക് ഹോളിഡേ പോകുക എന്നത് നമ്മളെ സംബന്ധിച്ച് വളരെ അത്യന്താപേക്ഷിതമുള്ള കാര്യമാണ്. ഇപ്പോൾ രഞ്ജിത്തായിട്ട് പറഞ്ഞു ഓൾറെഡി കാറിന്റെ ഇൻസ്റ്റാൾമെന്റ് ഉണ്ടെന്ന്. ഇപ്പൊ ഇവിടെ മെഡിക്കൽ എക്സ്പെൻസ് ഓൾറെഡി ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് വരാം. പിന്നെ ഡ്രസ്സിങ്സ്, ഇപ്പൊ പൊതുവെ രഞ്ജിത്തിന് കാണുന്ന സമയത്ത് ഒരു മിക്കപ്പോഴും ബ്രാൻഡഡ് ഷർട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അത് എന്തായാലും അപ്പൊ അതിന് നല്ലൊരു എമൗണ്ട് ഇത് ചെയ്യാറുണ്ട്. ഇപ്പൊ എഡ്യൂക്കേഷൻ ഇപ്പൊ നിലവിലില്ലെങ്കിലും ഇനി ഫ്യൂച്ചറിൽ, കാരണം കൊച്ച് ഇനി വളർന്നു വരുന്ന സമയത്ത് എന്തായാലും എഡ്യൂക്കേഷൻ എക്സ്പെൻസ് വരും. ഈ പറഞ്ഞ എക്സ്പെൻസ് മേജർ പോർഷൻ എവിടെ നിന്നാണ് മാനേജ് ചെയ്യുന്നത്? എൻ്റെ സാലറി, രഞ്ജിത്തിന്റെ സാലറിയിൽ നിന്നാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്നത്. ഇപ്പൊ സപ്പോസ് ഈ നിമിഷം രഞ്ജിത്തിന് എന്തെങ്കിലും സംഭവിച്ചു, അതായത് എന്തെങ്കിലും സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ചത്തുപോയി, അങ്ങനെയാണെങ്കിൽ എന്താകും അവസ്ഥ? ഇവിടെ രഞ്ജിത്ത് കൊടുത്തുകൊണ്ടിരുന്ന ഇൻകം ഇതോടെ ഇല്ലാതായി. പക്ഷെ ഈ എക്സ്പെൻസുകളെല്ലാം അതുപോലെ തന്നെ ഉണ്ടാവും. ആകെ വൈഫിന്റെ ഒരു ചെറിയൊരു ഇൻകം വെച്ചിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്ത്, അതായത് ഇപ്പൊ 70 ലക്ഷം രൂപ ലോൺ, അതിന്റെ EMI അടക്കാൻ വൈഫിന് സാധിക്കും? ഇല്ല. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ വീട് ജപ്തിയാവും അല്ലെ? കാറും സെയിം തന്നെ ഇതേണ്ടി വരും. എഡ്യൂക്കേഷൻ, കുട്ടികളുടെ ഫ്യൂച്ചർ എഡ്യൂക്കേഷൻ, ഇപ്പൊ നല്ലൊരു ഇന്റർനാഷണൽ സ്കൂളിലൊക്കെ വിടണമെന്നും പറഞ്ഞ് നിർണയിച്ച എന്തായാലും അവരെ പഠനം എല്ലാത്തിലും നല്ല രീതിയിൽ എഫക്ട് ചെയ്യും. അപ്പം നമ്മളെ സംബന്ധിച്ച് ഒരു ലൈഫ് ഇൻഷുറൻസ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എന്ന് പറഞ്ഞൊരു വ്യക്തി എൻ്റെ കുടുംബത്തിലേക്ക് ഒരു ഫിസിക്കൽ പ്രസൻസ് മാത്രമല്ല, ഞാൻ ഒരു ഇൻകം കൂടി കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ എൻ്റെ അഭാവത്തിലും എനിക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഷുറൻസ്, അതായത് എൻ്റെ അഭാവത്തിൽ എൻ്റെ ഫാമിലിക്ക് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഇൻകം അവർക്ക് അതേ രീതിയിൽ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സോഴ്സ് കണ്ടെത്തുക എന്നതാണ് ലൈഫ് ഇൻഷുറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രഞ്ജിത്ത്, എനിക്കറിയാം രഞ്ജിത്ത് അത്യാവശ്യം ടേം ഇൻഷുറൻസും മെഡിക്കൽ ഇൻഷുറൻസ് എല്ലാം ഉള്ള ഒരു വ്യക്തിയാണെന്ന് എനിക്കറിയാം. കഴിഞ്ഞൊരു വർഷം മുമ്പ് രഞ്ജിത്തിന് ഒരു അനുഭവം ഉണ്ടായി. കാരണം അത് എനിക്ക് തോന്നുന്നു നമ്മളെ പ്രേക്ഷകർക്ക് അത് വളരെയധികം ഉപകാരപ്രദമാവും എന്ന് തോന്നുന്നു. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ?
അതായത് 1 വർഷം മുമ്പ് എനിക്ക് ബെൽസ്പാസി എന്ന് പറഞ്ഞൊരു അസുഖം വന്നു. അത് എന്താ അസുഖം? അതായത് നമ്മൾ ഈ ഒരു സൈഡ് ഇങ്ങനെ ഓടിപ്പോകുന്ന ഒരു അസുഖം. ഓടിപ്പോകുന്നു. ഓക്കെ ഓക്കെ. ആക്ച്വലി ഇത് വന്ന സമയത്ത് എനിക്കറിയില്ല എനിക്ക് ഈ അസുഖമാണോ എന്ന് അറിയില്ല. അപ്പം ഞാൻ ഇവിടുത്തെ പ്രശസ്തമായ ഒരു ഹോസ്പിറ്റലിൽ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഇന്ന പോലുള്ള കാര്യങ്ങളുണ്ട്, പക്ഷെ എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് ഇന്ന കാര്യങ്ങളാണെന്നുള്ളത്. അപ്പോൾ അവർ പറഞ്ഞു നമുക്കൊരു ENT സർജനെ കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, അവിടുത്തെ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ENT സർജനെ ബുക്ക് ചെയ്ത് തന്നു. അങ്ങനെ ഞാൻ അദ്ദേഹത്തിനെ കാണാൻ പോവാണ്. ഞാൻ കാണാൻ പോയിട്ട് അദ്ദേഹം ഓക്കെ ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ട് ആദ്യം എൻ്റെ മുഖത്തൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, രഞ്ജിത്ത് സോറി ടു സേ ദാറ്റ് നിങ്ങൾക്ക് ബ്രെയിൻ ട്യൂമർ ആണ്. ഈ സിംറ്റം എല്ലാം വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഒരു 17 ഇയേഴ്സിലെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇദ്ദേഹം പറയാണ് എനിക്ക് ഇങ്ങനെയാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഞാൻ ഇടക്കേറി ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ ആ നിമിഷം അതെ എന്താണ് മനസ്സിലൂടെ കടന്നു പോയത്? ആക്ച്വലി ഞാനൊരു ആർട്ടിഫിഷ്യൽ ചിരി ഉണ്ടാക്കി അന്നേരം. എനിക്ക് എന്ത് പറയണോ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഒരു ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഡോക്ടർ പറയാണ് നിങ്ങൾക്ക് ഇന്ന അസുഖമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നമുക്ക് മേക്ക് ഷുവർ ചെയ്യണമെങ്കിൽ 2-3 ടെസ്റ്റോടെ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഈ ഒരു സമയത്ത് എങ്ങനെയാവും ലൈഫ് ഒരു മാറി മറിയുകയാണ്. എല്ലാം ഒരു നിമിഷം കൊണ്ട് ഭയങ്കര ചേഞ്ച് ആവുകയാണ്. പക്ഷെ ഇവിടെ ഫാമിലി ഉണ്ട്, കുഞ്ഞാണ്, വളരെ ചെറിയ കുട്ടിയാണ്, ലൈഫ് ഇങ്ങനെ വരുന്നതേ ഉള്ളൂ. ഇപ്പം ഇങ്ങനെ ആലോചിക്കുകയാണ് നമുക്ക് പ്രിയപ്പെട്ടവരെ കുറിച്ച് അമ്മ എല്ലാവരെ കുറിച്ചും ഇങ്ങനെ ആലോചിക്കുകയാണ് എന്താണ് അവരുടെയൊക്കെ സിറ്റുവേഷൻ. നമ്മളില്ലെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു ട്രീറ്റ്മെൻറ്റുമായിട്ട് പോകുമ്പോൾ എനിക്കെന്താണ് വരുന്നത്. ഒരുപാട് ചിന്തകൾ ഇങ്ങനെ പോയി. പക്ഷെ അവിടെ എനിക്കൊരു ധൈര്യമുണ്ട്. ആ ധൈര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പം ട്രീറ്റ്മെൻറ്റ് എടുക്കാം. ഓക്കെ, എനിക്ക് മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ട്, അത് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സം ഇൻഷുർഡ് വെച്ചിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ എനിക്ക് ഇൻ കേസ് ഞാനില്ലെന്ന് വിചാരിക്കുക, എനിക്കൊരു ടേം ഇൻഷുറൻസ് ഉണ്ട്. ഞാനില്ലെങ്കിൽ എൻ്റെ ഒരു കുടുംബത്തിന് ആ ഒരു 2 കോടി എന്ന് പറയുന്ന ഒരു എമൗണ്ട് എൻ്റെ കുടുംബത്തിന് കിട്ടും. 2 കോടിയുടെ ടേം ഇൻഷുറൻസ്? അതെ അതെ. ഞാൻ ആദ്യം 50 ലക്ഷമായിരുന്നു എടുത്തിരുന്നത്. പക്ഷേ 50 ലക്ഷം എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ലോണും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ 50 ലക്ഷം കിട്ടിയിട്ട് അവർക്ക് ഒന്നിനും തികയത്തില്ല. അവരുടെ ലൈഫ് പിന്നെയും സ്ട്രഗിളിലേക്ക് പോകും. സോ അങ്ങനെ ഞാനത് കൂട്ടിയിട്ട് 2 കോടിയാക്കി. 2 കോടിയാക്കി കഴിഞ്ഞതിന് കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് ഈ പറയുന്ന ഒരു അസുഖം എനിക്ക് വന്നത്. സപ്പോസ് എൻ്റെ ഒരു ചോദ്യം ഇതാണ്, ആ സമയത്ത് ഈ ടേം ഇൻഷുറൻസും മെഡിക്കൽ ഇൻഷുറൻസും ഇല്ല എന്ന് വിചാരിച്ചു. ഓക്കെ, ഡോക്ടർ സെയിം സിനാരിയോയിൽ സെയിം രീതിയിൽ തന്നെ ഡോക്ടർ പറയുന്നു, ഓക്കെ, എന്തായിരിക്കും അവസ്ഥ? ആക്ച്വലി അത് ഉണ്ടായിരുന്നിട്ട് പോലും ഞാനൊരു ഹാഫ് മരിച്ചൊരവസ്ഥയായിരുന്നു. നമുക്ക് ഇമാജിൻ ഇതില്ലെങ്കിൽ ഞാൻ അന്നേരം ചത്തേനെ. കാരണം വേറൊരു ഹോപ്പില്ല. ഞാൻ എന്താണ് ചെയ്യാൻ പറ്റുക? കാരണം ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ഇതൊന്ന് ട്രീറ്റ് ചെയ്തെടുക്കണം അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തെടുക്കണമെങ്കിൽ എത്ര ലക്ഷങ്ങൾ എത്ര കോടികൾ രൂപ ചിലവാകും. ആ സമയത്ത് തന്നെ ജോലി ഉണ്ടാവില്ല. പിന്നെ വൈഫിൻ്റെ ജീവിതം, കുട്ടികളുടെ ജീവിതം എല്ലാം പോകും. അത് ആലോചിച്ച് തന്നെ നമ്മുടെ ലൈഫ് പോകും. ഒരു എന്താ പറയുക, അത് എനിക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഇപ്പം രഞ്ജിത്തിൻ്റെ അടുത്ത് പറയാനുള്ള ഒരു കാര്യം, ഇപ്പം രഞ്ജിത്ത് ഇപ്പം ഈ 2 കോടി രൂപയുടെ ടേം ഇൻഷുറൻസ് അതിന് വേണ്ടി എത്ര പ്രീമിയം അടക്കുന്നുണ്ട്? ഞാൻ ഇയർലി 50,000 ആണ്. ഇയർലി 50,000 റുപ്പീസ് ആണ് അടക്കുന്നത്. ഇപ്പം പലപ്പോഴും നമുക്ക് കാണാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല വ്യക്തികളായിട്ട് സംസാരിക്കുന്ന സമയത്ത് അവരുടെ അടുത്ത് ലൈഫ് ഇൻഷുറൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും എനിക്കുണ്ട് ലൈഫ് ഇൻഷുറൻസ് ഉണ്ടെന്ന് പറയും. എത്ര കവറേജ് ഉണ്ടെന്ന് ചോദിക്കുന്ന സമയത്ത് അവർ ചിലപ്പോൾ ഈ 50,000 അല്ലെങ്കിൽ 1 ലക്ഷം അല്ലെങ്കിൽ 1.5 ലക്ഷം 2 ലക്ഷം രൂപയൊക്കെ പ്രീമിയം അടക്കണ്ടാവും. പക്ഷെ എത്ര കവറേജ് ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും 10 ലക്ഷം അല്ലെങ്കിൽ 15 ലക്ഷം 20 ലക്ഷം. കാരണം അവർ ഒന്നില്ലെങ്കിൽ ഒരു എൻഡോമെന്റ് പോളിസി അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മണി ബാക്ക് പോളിസി ഒക്കെ ആയിരിക്കും എടുത്തു വെച്ചിരിക്കുന്നത്. ഇപ്പൊ സപ്പോസ് ആ സമയത്ത് ഇപ്പൊ രഞ്ജിത്തിന് 50,000 പ്രീമിയം എടുക്കുന്നുണ്ടായിരുന്നു. ഒരു എൻഡോമെന്റ് പോളിസി അല്ലെങ്കിൽ 50,000 രൂപക്ക് രഞ്ജിത്തിന് കിട്ടാൻ പോകുന്നത് 10 ലക്ഷം രൂപ കവറേജ് ആയിരിക്കും. ഈ 10 ലക്ഷം രൂപ പോളിസി ആണെന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? 10 ലക്ഷം രൂപ ഒന്നിനും തികയില്ലല്ലോ സാറേ. ഞാൻ ഇവൻ 50 എടുത്തിട്ട് പോലും 50ന്റെ ഞാൻ ടേം ഇൻഷുറൻസ് എടുത്തിട്ട് പോലും ഞാനത് റിവൈസ് ചെയ്തിട്ടാണ് 2 കോടിയിലേക്ക് എത്തിയത്. അതായത് നമ്മളുടെ എക്സ്പെൻസ് നമുക്ക് കൂടുന്നുണ്ട്, ഒരു സൈഡിൽ നിന്ന് കൂടുന്നുണ്ട്, ലൈബിലിറ്റി നമ്മൾ അതുപോലെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. ഇപ്പം എനിക്ക് സാലറി കൂടുന്നതിനനുസരിച്ച് ഞാൻ ഒരു സൈഡിൽ കൂടെ ലൈബിലിറ്റി ക്രിയേറ്റ് ചെയ്യാണ്. കാർ എടുത്തു, കാറിൻ്റെ ലോൺ പോകുന്നുണ്ട്, വീട് വെച്ചു, വീടിൻ്റെ EMI പോകുന്നുണ്ട്. അങ്ങനെ നമ്മളുടെ ലൈഫ് സ്റ്റൈൽ മാറുന്നതിനനുസരിച്ച് നമുക്ക് ഈ പറയുന്ന ലൈബിലിറ്റീസും കൂടെ ഒരു സൈഡിൽ കൂടെ കയറുന്നുണ്ട്. അപ്പോൾ അതിന് സഫീഷ്യൻ്റ് ആയിട്ട് അവിടെ എന്താണ് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിനൊരു ബാക്കപ്പ് വേണം. ബാക്കപ്പ് വേണമെങ്കിൽ സഫീഷ്യൻ്റ് ആയിട്ടുള്ളൊരു എമൗണ്ട് വേണം.
അങ്ങനെ ഒരു ചിന്തയിലാണ് അത് എടുത്തത്. 10 ലക്ഷം എടുത്തു വെച്ച് കഴിഞ്ഞാൽ ആ മരണാനന്തര ചടങ്ങ് പോലും നടത്താൻ തികയില്ലെന്നാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് എത്ര ഇൻഷുറൻസ് കവറേജ് വേണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഇവിടെ രഞ്ജിത്തിന്റെ കേസിൽ രഞ്ജിത്തിന് ആക്ച്വലി ഹോം ലോൺ ഇല്ല, കാർ ലോണും ഇല്ല. പക്ഷെ ഒരു ടിപ്പിക്കൽ മലയാളിയെ റെപ്രസെന്റേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ ഒരു കാര്യം ഉണ്ടെന്നുള്ള രീതിയിൽ അവതരിപ്പിക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് എത്ര ഇൻഷുറൻസ് കവറേജ് വേണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ. ഒന്ന്, ഇപ്പം നമ്മളെ ആനുവൽ ഇൻകം എത്ര ഉണ്ടോ അതിൻ്റെ ഏറ്റവും ചുരുങ്ങിയത് 10 മടങ്ങ് തുടങ്ങി ഒരു 20 മടങ്ങ് വരെ ഇപ്പം നമുക്ക് ഇൻഷുറൻസ് കവറേജ് വേണം. അതായത് ഇപ്പം നമ്മളുടെ ഇൻകം ഇപ്പം നമുക്ക് ഒരു 10 ലക്ഷം രൂപയാണ്, ആനുവലി ഒരു 10 ലക്ഷം രൂപയാണെങ്കിൽ അതിൻ്റെ 10 മടങ്ങ് എന്ന് പറഞ്ഞാൽ മിനിമം 1 കോടി രൂപ. ഇപ്പം അത് തുടങ്ങി 2 കോടി രൂപയെങ്കിലും മിനിമം കവറേജ് ഒരു 10 ലക്ഷം രൂപ വരുമാനമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു ഇൻഷുറൻസ് കവറേജ് വേണം. പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പം രഞ്ജിത്തിനെ സംബന്ധിച്ച് ഇപ്പം നേരത്തെ പറഞ്ഞ ആ ഒരു ഇതിൽ 70 ലക്ഷം രൂപയുടെ ലോൺ ഉണ്ടെന്ന് പറഞ്ഞു. ആക്ച്വലി ഇല്ല, പക്ഷെ അദ്ദേഹം നമ്മളെ മലയാളിയെ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് അദ്ദേഹം അങ്ങനെ പറഞ്ഞു. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ കവറേജിനോടൊപ്പം അത് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു ഇൻഷുറൻസ് കവറേജും കൂടി എടുത്തു വെച്ചില്ലെങ്കിൽ, കാരണം ഇപ്പം ഇദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ 2 കോടി രൂപ കിട്ടുമ്പോഴേക്കും അതിൽ നിന്ന് നേരെ 70 ലക്ഷം രൂപ പോകുന്നത് ലോണിലേക്കാണ്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളിൽ എല്ലാ കാര്യങ്ങളും ഇദ്ദേഹത്തിന് മീറ്റ് ചെയ്ത് പോകാൻ ഇദ്ദേഹത്തിന് സാധിക്കാത്ത ഒരു സിറ്റുവേഷൻ വരും. ഇനി അടുത്തായിട്ട് എനിക്ക് രഞ്ജിത്തിൻ്റെ അടുത്ത് ചോദിക്കാനുള്ള ഒരു കാര്യം, ഇപ്പം നമ്മളിപ്പോൾ നോർമൽ സിറ്റുവേഷനിൽ നമുക്കിപ്പോൾ പോളിസികൾ, ഇപ്പോൾ ടേം ഇൻഷുറൻസ്, ഇപ്പം നമ്മളിപ്പോൾ ടേം ഇൻഷുറൻസ് വേണമെന്ന് നമുക്ക് മനസ്സിലായി, ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഇൻഷുറൻസിലേക്ക് പോകാതിരിക്കണം എന്ന് മനസ്സിലായി. ടേം ഇൻഷുറൻസിൽ തന്നെ എത്ര കവറേജ് എടുക്കുന്നതായിരിക്കും നല്ലത്? ഞാൻ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് മാക്സിമം എടുക്കാനാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു സിറ്റുവേഷൻ വന്നതിന് ശേഷം ഞാൻ ഈ ടേം ഇൻഷുറൻസ് കമ്പനിയെ കോൺടാക്ട് ചെയ്തു, അല്ലെങ്കിൽ മെഡിക്കൽ ഇൻഷുറൻസ് കമ്പനിയെ കോൺടാക്ട് ചെയ്തു എൻ്റെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളത് ഒന്ന് ഇൻക്രീസ് ചെയ്യാൻ. പക്ഷെ അവർ പറഞ്ഞത് പറ്റില്ല, കാരണം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നതിൽ പിന്നെ നമുക്കതൊന്നും മാറ്റാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് മാക്സിമം നമ്മൾ എടുത്ത് വെക്കുന്നത് നല്ലതാണ്. അതിന്റെ ഒരു അഡ്വാൻറ്റേജ്, ഇപ്പൊ ഞാനിപ്പോ ഒരു 40 ഇയേഴ്സിലാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ സെയിം പ്രീമിയം ആയിരിക്കും എനിക്ക്. എന്റെ കവറേജ് 75 ആണ്. 75 ഇയേഴ്സ് വരെ എനിക്ക് സെയിം പ്രീമിയം ആണ് പോവുക. അതായത് ഇന്നത്തെ ഒരു 50,000 രൂപക്ക് ഇപ്പൊ ഈ പറഞ്ഞ പോലെ 10 വർഷം 15 വർഷം കഴിയുമ്പോൾ ഇന്നത്തെ ഒരു 10,000 രൂപയുടെയൊക്കെ വാല്യൂ ആ സമയത്ത് അതേ നമുക്ക് പ്രീമിയം അടക്കേണ്ട കാര്യമുള്ളൂ. അതേ ഉള്ളൂ. അപ്പൊ നമുക്ക് സംബന്ധിച്ച് വളരെ വളരെ ഈസി ആയിട്ട് നമുക്ക് അടച്ചുകൊണ്ട് പോകാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് മാക്സിമം എടുത്തു വെക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് പറയുന്നത്. ഈ അടുത്തായിട്ട് ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഓൺലൈൻ പോർട്ടലുകളുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു ഏജന്റ് ത്രൂ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഡൈസ് ഇൻവെസ്റ്റ് പോലെയുള്ള ഏതെങ്കിലും ഒരു കമ്പനി ത്രൂ എല്ലാം നമുക്ക് ടേം ഇൻഷുറൻസ് എടുക്കാം. പലപ്പോഴും പല ആൾക്കാരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ലാഭത്തിന് വേണ്ടി, കാരണം ഓൺലൈൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ 5% 10% ഒക്കെ പ്രീമിയം കുറയും, അങ്ങനെ പോകുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവരോട് എന്താ പറയാനുള്ളത്? എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാം. ഇപ്പം ഞാനൊരു ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യമോ അല്ലെങ്കിൽ ഞാൻ ഈ ടേം ഇൻഷുറൻസിന്റെ കാര്യം, മെഡിക്കൽ ഇൻഷുറൻസിന്റെ കാര്യം എൻ്റെ വൈഫിനോട് ഷെയർ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ, ഞാൻ ഈ ടേം ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് എൻ്റെ വൈഫിനോട് ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ടേം ഇൻഷുറൻസ് എടുത്ത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനില്ലാതായാൽ നിങ്ങൾക്ക് 2 കോടി രൂപ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും, എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സപ്പോർട്ട് ഞാൻ ചെയ്യുന്നു. പക്ഷെ ഇത് കേട്ട പാടെ ഇവർ ഭയങ്കര ഡെസ്പറേറ്റഡ് ആയിട്ട് പോവാണ്. എനിക്കിതിൻ്റെ ആവശ്യമില്ല, കാരണം എന്ന് വെച്ചാൽ അത് അവരുടെ ഇമോഷനാണ്, അവരുടെ ഇമോഷൻ അവിടെ വർക്ക് ചെയ്യാണ്. അപ്പം ഇത് എവിടെ നിന്നാണ് എടുത്തത്, എങ്ങനെയാണ് എടുത്തതെന്ന് ഒന്നും കേൾക്കാനായിട്ട് ആളവിടെ നിന്നിട്ടില്ല. പക്ഷെ ഞാൻ വിളിച്ചിരുത്തി ഞാൻ പറഞ്ഞു, ഞാൻ എടുത്തത് ഇവിടുന്നാണ്, നമ്മുടെ കമ്പനിയിൽ നിന്ന് തന്നെയാണ് ഞാനത് എടുത്തത്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ചിന്തിക്കുന്ന ഒരു രീതി ഇതാണ്, നമ്മൾ എപ്പോഴും ഒരു സാധനം ചെയ്യുമ്പോൾ അതിനൊരു റിസൾട്ട്, ഓക്കെ, ഇപ്പം എനിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിലാണ് ഇതിന് റിസൾട്ട് കിട്ടുക. എനിക്ക് സംഭവിക്കുന്ന സിറ്റുവേഷൻ എൻ്റെ വൈഫ് എങ്ങനെ ഓവർകം ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു സമയത്ത് ഇവർക്ക് തന്നെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അവിടെ ഒരു ടീമിൻ്റെ ഹെൽപ്പ് ഡെഫിനറ്റ്ലി വേണം. ഞാൻ ആദ്യം എടുത്തപ്പോൾ എനിക്ക് ചെയ്യണമെങ്കിൽ ഒരു 5000 2500 രൂപ എനിക്ക് ലാഭം കിട്ടുമായിരിക്കാം. ഞാൻ അതിന് പോയാൽ എനിക്ക് ഈ പറയുന്ന ഒരു സപ്പോർട്ട് ആവില്ല, അവർക്കൊരു സപ്പോർട്ട് അതുണ്ടാവില്ല. രഞ്ജിത്ത് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ പ്രത്യേകിച്ച് ടേം ഇൻഷുറൻസിന്റെ കേസിൽ, ഈ ടേം ഇൻഷുറൻസിൽ ക്ലെയിം ചെയ്യണമെങ്കിൽ നമ്മൾ മരിക്കണം. നമ്മൾ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ ഡോക്യുമെന്റേഷൻ പ്രോസസ് എല്ലാം ചെയ്യേണ്ടത് ആരാ? നമ്മുടെ നോമിനിയാണ്. ഇപ്പൊ നോർമൽ സിറ്റുവേഷനിൽ ഈ ഓൺലൈനൊക്കെ പോളിസി എടുക്കുമ്പോഴേക്കും ഇതിന്റെ എല്ലാം ഡോക്യുമെന്റേഷൻ, ഈ ക്ലെയിം സെറ്റിൽമെന്റ് എല്ലാം സെൻട്രലൈസ്ഡ് ആയിരിക്കും.
അതായത് മുംബൈയിൽ അല്ലെങ്കിൽ ഹൈദരാബാദിൽ അവിടെയുള്ള ഏതെങ്കിലും ഒരു ഓഫീസായിരിക്കും ഇതെല്ലാം ചെയ്യുന്നത്. നമ്മുടെ നോമിനിക്ക് ഇത് എത്രത്തോളം ഇത് ആക്സസിബിൾ ആയിരിക്കും, അല്ലെങ്കിൽ എത്രത്തോളം ഇവർക്ക് ഇത് ചെയ്യാൻ പറ്റും. പിന്നെ പലപ്പോഴും പല ആൾക്കാരും ചെയ്യുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഇവര് ടേം ഇൻഷുറൻസ് ഒക്കെ എടുത്തു വെക്കും, ആരോടും പറയില്ല. അതെ അതെ, അവർ ഇമെയിലിൽ ഈ പറഞ്ഞ ഡോക്യുമെന്റ് കിടക്കണ്ടാവും, അല്ലെങ്കിൽ വന്ന ഡോക്യുമെന്റ് ആണെങ്കിൽ ഇവർ എവിടെയെങ്കിലും കൊണ്ടുപോയി പാത്ത് വെക്കും. ശരിക്കും ആക്ച്വലി ചെയ്യുന്നത് വലിയൊരു മണ്ടത്തരമാണ്. ഇപ്പൊ ഞങ്ങളുടെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് പറയാം. ഇപ്പൊ നമുക്ക് ഇപ്പൊ ഡയസ് ഇൻവെസ്റ്റിന് 3500-ലധികം കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ ഏകദേശം ഒരു 5 പേരോളം മരിച്ചിട്ടുണ്ട്. അപ്പോൾ മരിച്ച വ്യക്തികളുടെ സ്പൗസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അത്യാവശ്യം നല്ല ക്വാളിഫൈഡ് ആണ്, നേഴ്സാണ്, ടീച്ചറാണ്, അങ്ങനെയുള്ള വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള വ്യക്തികളാണ്. പക്ഷെ അവരെ സംബന്ധിച്ച് അവരെ ഹസ്ബൻഡിന്റെ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് ചോദിച്ചാൽ അവരെവിടേക്ക് എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് ഒരു ഐഡിയയും ഈ പറഞ്ഞ വ്യക്തികൾക്കൊന്നുമില്ല. കാരണം ഇപ്പൊ ഈവൻ എൻ്റെ വൈഫിൻ്റെ അടുത്ത് പോലും ഇപ്പൊ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ, ഇപ്പൊ രഞ്ജിത്ത് പറഞ്ഞ പോലെ പറഞ്ഞു കൊടുക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാലും അവർക്കത് കേൾക്കാൻ താല്പര്യമില്ല. അപ്പൊ ഇങ്ങനത്തെ ഒരു സാഹചര്യം വന്ന സമയത്ത് അവിടെ ഒരു അഡ്വൈസർ ഏജന്റ് നമ്മളെ സംബന്ധിച്ച് ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് ഈ പറഞ്ഞ 5 കേസിലും അവർക്ക് ആകെ അറിയാവുന്ന ഒരൊറ്റ കാര്യം മാത്രമാണ് അവർ ഡയസ് ഇൻവെസ്റ്റർ ആണ് ചെയ്തേക്കണമെന്ന് മാത്രം അറിയാം. അല്ലാതെ എന്തെടുത്തിട്ടുണ്ട്, എത്ര എമൗണ്ട് ഉണ്ട് എന്നതിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു ഏജന്റ് അല്ലെങ്കിൽ ഒരു അഡ്വൈസർ ത്രൂ നമ്മൾ എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങൾ, ടേം ഇൻഷുറൻസ് എന്താണ്, അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. അതോടൊപ്പം തന്നെ ഇത് എങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ ഇമ്പാക്റ്റ് ചെയ്യുന്നത്. സപ്പോസ് ഈ നിമിഷം, സപ്പോസ് താങ്കളെ സംബന്ധിച്ച് ഇന്ന് ഈ നിമിഷം താങ്കൾ മരിച്ചാൽ എന്താകും താങ്കളുടെ കുടുംബത്തിൻ്റെ അവസ്ഥ? അതൊന്ന് ചിന്തിക്കുക. അപ്പം നമ്മളെ കുടുംബം, ഇപ്പം ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് നമ്മളെ മരണത്തിൻ്റെ തുകയല്ല, പക്ഷെ നമ്മളെ കുടുംബം, ഇപ്പം സപ്പോസ് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും എൻ്റെ കുടുംബം അന്തസ്സോടെ ജീവിക്കാൻ വേണ്ടി അവരെ പ്രാപ്തരാക്കുക എന്നതാണ് ടേം ഇൻഷുറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ടേം ഇൻഷുറൻസ് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ ഇൻഷുറൻസ് ഡെസ്കായിട്ട് താങ്കൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്ത ആഴ്ച നമുക്ക് സാമ്പത്തിക മേഖലയിലെ പുത്തൻ വിശേഷങ്ങളുമായി നമുക്ക് 9 ടിപ്സ് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, വിഷ് ഓൾ ദി ബെസ്റ്റ്.